ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറ്റങ്ങൾ മാത്രം ചെയ്യുന്ന നമ്മുടെ വിക്രത്തിനെ ജയിലിൽ അടയ്ക്കുകയാണ് കല്യാണിയും കിരണും എല്ലാവരും ചേർന്നിട്ട്. നമ്മുടെ ഗംഗപ്രസാദിന് കൂട്ടായി വിക്രം അവിടേക്ക് എത്തുമ്പോൾ എന്തായാലും അവർ രണ്ടുപേരും ജയിൽ ചാടനം, അതുപോലെ തന്നെ പുറത്തിറങ്ങിയതിനു ശേഷം ആ കല്യാണിയെയും കിരണിനെയും കാർത്തിക് ഇല്ലാതാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. എന്തായാലും ജയിലിൽ ചാടാൻ പെട്ടെന്നൊന്നും അവർക്ക് സാധിക്കില്ല. കാരണം സുരക്ഷ അവരിങ്ങനെ ആൾക്കാരായതുകൊണ്ട് തന്നെ പോലീസൊക്കെ നല്ല ജാഗ്രതയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ പ്രകാശനാണെങ്കിൽ ആകെ കരഞ്ഞ് നിലവിളിച്ച് നടക്കുകയാണ്. പ്രകാശനും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് കാർത്തികയെ കൊല്ലണം, അതുപോലെ കല്യാണിയെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തന്റെ അമ്മ കാലുകള് തല്ലി ഒടിക്കുന്നത് കൊണ്ട് തന്നെ പ്രകാശൻ പിന്നെ കിടന്ന കിടപ്പിലാവുകയാണ്. അവനും ജീവിതം എന്താണെന്ന് ആ കിടന്ന കിടപ്പില് അവൻ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സ് മാറുകയും ചെയ്യുകയാണ്. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ ഭംഗിയായി വരുന്ന സമയത്തായിരിക്കും നമ്മുടെ സരയു ആണെങ്കിൽ മനോഹറിനെ പറ്റിയുള്ള ആ സത്യം തേടി പോകുന്നത്, മനോഹറിനെ പിന്തുടരുകയും അതുപോലെ മനോഹർ പല പെണ്ണിനായിട്ടും ഇരിക്കുന്നതും ജുബാനയുടെയും നിഷയുടെയൊക്കെ ഭർത്താവ് തന്റെ മനുവേട്ടനാണെന്ന സത്യമൊക്കെ തിരിച്ചറിയുന്നുണ്ട്. തന്റെ അച്ഛനമ്മയും ഇത്രയും നാൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, അവരെന്തായാലും തന്റെ നല്ലതിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. എന്തായാലും ഇതൊക്കെ അറിയുമ്പോൾ മനോഹറിനെ എന്തായാലും അവള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇനിയിപ്പോ ജീവിച്ചിരിക്കണ്ട, തനിക്ക് ജീവിതം മടുത്തു എന്ന രീതിയിൽ തന്നെ ആവുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പലവട്ടം നോക്കുന്നുണ്ട്. അതേ സമയത്ത് ഷാരിയും രാഹുലൊക്കെ അത് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ അവരെന്ത് പറഞ്ഞിട്ടും സരയു ഒതുങ്ങുന്നില്ല. തന്റെ ജീവിതം നശിച്ചു, ആ കല്യാണിയേക്ക് ഞാൻ പരിഹസിച്ച് അവരെയൊക്കെ കുറ്റപ്പെടുത്തി അവരുടെ വളർച്ചയിലൊക്കെ ഞാൻ അസൂയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് എനിക്ക് ദൈവം ഇങ്ങനെ ഒരു ശിക്ഷ തന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഷാരി പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോൾ അനുസരിക്കുമെന്ന് തോന്നുന്നില്ല, അത് നമുക്ക് രൂപയെ കൊണ്ട് പറയിപ്പിക്കാം. മോളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ രൂപയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പക്ഷെ നമ്മുടെ മോളെ സഹായിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രൂപയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മനോഹറിനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ മോൾ അറിഞ്ഞിട്ട് ആകെ വിഷമത്തിലാണ്. അവളിപ്പോ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് രൂപ ഒന്നിവിടെ വരെ വരണം, എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് ഒരു അമ്മയുടെ ഒരു പ്രാർത്ഥനയായിട്ട് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് നിങ്ങളല്ലല്ലോ അവളുടെ സ്വന്തം അമ്മ എന്ന് ചോദിക്കുകയുണ്ട്. അതൊക്കെ എനിക്കറിയാം രൂപ. എന്തായാലും ഈ സമയത്ത് അവൾക്ക് ആരോട് ഇപ്പൊ ഒരു ദേഷ്യമില്ല, എല്ലാം കൊണ്ട് അവളിപ്പോ മനസ്സ് നീറിയാണ് കഴിയുന്നത്. ചെയ്തതിലൊക്കെ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. രൂപ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ അങ്ങനെ രൂപ അങ്ങോട്ട് വരികയാണ്. എന്തായാലും സരയു ആകെ മാറിയിരിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്തായാലും അവൾ ആദ്യത്തെ സരയു അല്ല, തനി പാവമായിരിക്കുകയാണ്. അങ്ങനെ സരയുവിനോട് പറയുന്നുണ്ട്, നീ ഇതിന്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്തായാലും അവന് ആ ഒരു ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീ ഇതിൽ ഒരു കാര്യത്തിന് നീ വിഷമിക്കേണ്ട, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും അത് ഞാനും എൻ്റെ മോനും ചെയ്തു തരും. അതുപോലെ തന്നെ നിനക്ക് നിന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, നീ നല്ല ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ നീ കുറെ കാലം നീ തെറ്റിലൂടെ ജീവിച്ചു, ഓരോരുത്തരോട് അസൂയപ്പെട്ടൊക്കെ ജീവിച്ചത് കൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയത്. ഇനി നിന്റെ മോൾക്ക് വേണ്ടി, നിനക്കൊരു കുഞ്ഞില്ലേ, അവൾക്ക് വേണ്ടി നീ ജീവിക്കണം, എന്നിട്ട് അവന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പൊ നീ ഇങ്ങനെ മരിക്കാൻ പോണം, അവൻ എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് ഇങ്ങനെ നശിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊന്നും തന്നെ ഇതുപോലെ മരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അവരൊക്കെ പുതിയൊരു തീരുമാനം എടുത്ത് അവർ പുതിയൊരു ജീവിതത്തിലേക്ക്, അതുപോലെ അവരൊക്കെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും തന്റെ ആന്റി പറഞ്ഞത് കേൾക്കുകയാണ് സരയു ചെയ്യുന്നത്. സരയുവിന് ആന്റിയുടെ വാക്കുകൾ ഒരു ആശ്വാസമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് എന്ത് സഹായം ചെയ്യാനും രൂപ ആ സമയത്ത് കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട് സരയു. കല്യാണിയോടും കിരണോടൊക്കെ മാപ്പ് പറയുന്നൊക്കെ ഒരു ഭാഗം എന്തായാലും നമുക്ക് അടുത്ത് തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.